പതുക്കെ മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണത്തിലൊന്നും ഉറങ്ങിയത്. പക്ഷേ ഒരല്പം കഴിഞ്ഞപ്പോ എന്തോ സ്വപ്നം കണ്ട് ചാടി എണീറ്റു. അപ്പൊ തുടങ്ങിയ കരച്ചില്ല. അയാള് വീണ്ടും കൊല്ലാൻ വരുന്നു എന്നൊക്കെയാ പറയുന്നത്. ശ്യാമേ, ഇനി ഒരാളും നിന്നെ ഇവിടെ വന്ന് ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇതേ ഹോസ്പിറ്റലാ. എത്ര സെക്യൂരിറ്റിമാരാ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നറിയോ? എന്നെ തന്നെ ഇപ്പൊ അകത്തേക്ക് വിട്ടത് ഫുഡും കൊണ്ട് വരികയാണെന്ന് പറഞ്ഞതുകൊണ്ടാ. അയാളൊരു ഭ്രാന്തന, കൊല്ലുന്ന് പറഞ്ഞ കൊല്ലും. ശ്യാമേ, എന്തായാലും ഇതിനകത്തേക്കൊന്നും അയാൾ വരാൻ പോകുന്നില്ല. നിനക്ക് വെള്ളം എന്തെങ്കിലും വേണോ ചേച്ചി? വേണ്ട. ശരി, എന്ന് കണ്ണടച്ചൊന്ന് കിടന്നോ. എടി, നീ പേടിക്കണ്ട. നിന്റെ 2 ചേച്ചിമാരാ നിന്റെ അടുത്തിരിക്കുന്നെ. ഇപ്പൊ അയാള് വന്നാലേ എന്തായാലും ഞങ്ങളെ കൊന്നിട്ട് നിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. കുഞ്ഞേച്ചി, രോഹിത് എന്ത് ചെയ്യാൻ? രോഹിതും വിഷ്ണുവേട്ടനും കൂടി എവിടെയോ പോയിരിക്കുക. അവര് വന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് നിന്നോടൊന്ന് മയങ്ങിക്കൊള്ളാം. കിടന്നു. കരയേണ്ട മോളെ. കണ്ണടച്ചോ. എന്തൊക്കെയാ ശാലിനി ഇവിടെ നടക്കുന്നത്? ഇവിടെ ഇപ്പോ മുംബൈ അധോലോകം പോലെ ആയോ? പണ്ട് സിനിമയിൽ മാത്രമേ തോക്കും വെടിവെപ്പൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമ്മളെന്താ പറഞ്ഞത്? ഇതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂന്ന്. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം കൂടപ്പറപ്പിനെയാ വെടിവെച്ച് ഈ പരുവത്തിലാക്കി ഇട്ടിരിക്കുന്നത്. ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവളുടെ അവസ്ഥ? അവനെ പോലീസ് തിരയുന്നുണ്ട്. കിട്ടിയാ പിന്നെ അവൻ പുറംലോകം കാണില്ല. ഇത്ര ചങ്കൂറ്റത്തോടെ അയാൾ ഇത് ചെയ്യണമെങ്കിൽ ആരെങ്കിലുമൊക്കെ അയാൾക്ക് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളെ കിട്ടാനും പോകുന്നില്ല. അല്ല, നമ്മളിനി എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത്? എന്തായാലും ഡോക്ടർ വരട്ടെ. ഞാനേ വിഷ്ണുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ.